നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ റവ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ. നമ്മളെ രസഗുളയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഒരു രസഗുള എന്ന് തന്നെ പറയാം. റവ വെച്ച് ഒരു രസഗുള. പക്ഷേ രസഗുളയുടെ ആ ഒരു ടേസ്റ്റേ അല്ല കേട്ടോ. നമ്മൾ പാലിലൊക്കെ പിരിച്ചെടുത്തിട്ട് രസഗുള ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റേ അല്ല, വ്യത്യാസമാണ്. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് നേരം ഇട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരുപാട് സമയം വേവിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക, കാരണം അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഷുഗർ സിറപ്പിൽ കുറച്ച് സമയം ഇട്ട്, അതായത് ചൂടൊക്കെ ആറി നന്നായിട്ട് ഷുഗർ പിടിക്കുന്നവരെ തന്നെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. നമ്മളെ രസഗുള പോലെ ബോൾസൊക്കെ ആയിട്ടാണെങ്കിലും ചെറിയൊരു വെറൈറ്റി ടേസ്റ്റ് അതേ അല്ല കേട്ടോ, അതാദ്യം പറയുന്നു. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് റവ വെച്ച് ഈ ഒരു രസഗുള ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പോയി കണ്ടുവരാം. അതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്റ്റോറിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയൊരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി നേരം എന്നാണ് ചാനലിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുണ്ടായിരുന്ന പോലെ വ്ളോഗും പിന്നെ റിവ്യൂസ്, അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരിക്കാൻ വേണ്ടി ഉള്ള പോലെയുള്ള ഒരു ചാനലാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അതിന് വേണ്ടിയുള്ളൊരു ചാനലാണ്. അപ്പോൾ അതിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ചാനൽ വിസിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റെസിപ്പി കാണാൻ വേണ്ടി കിച്ചണിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താ, റവയാണ്. റവ വറുത്തതായാലും അല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ. 1 കപ്പ് റവയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് പഞ്ചസാര വേണം. 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ, നെയ്യ് വേണം. 1 ടീസ്പൂൺ നെയ്യ് മതി. പിന്നെ ചെറിയൊരു എന്താ പറയുക, ചെറിയ നാരങ്ങയുടെ ഒരു 1/4 പോർഷൻ നാരങ്ങ നീര് വേണം. പിന്നെ വെള്ളവും വേണം. ആദ്യം നമ്മൾ അതിൻ്റെ ആ ഒരു ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളവും പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 2 കപ്പ് വെള്ളം വേണം. അപ്പോൾ ടോട്ടൽ 4 കപ്പ് വെള്ളം. 4 എന്നുള്ളത് ഷുഗർ സിറപ്പിന് കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ അധികം ചേർക്കാം കേട്ടോ. ഒരു 1/2 കപ്പൊക്കെ വെള്ളം അധികം ചേർക്കുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ബോൾസ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്യാം. സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം വെള്ളം ഒന്ന് ചൂടായിട്ട് വരണം. വെള്ളം ചൂടായി വന്നിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് പാൽപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്ന അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ പാൽപ്പൊടിക്ക് പകരം ശരിക്കും പാല് തന്നെ ഉപയോഗിക്കാം. അതായത് 2 കപ്പാണല്ലോ നമ്മൾ വെള്ളം എടുക്കുന്നത്. അപ്പോൾ അത്ര തന്നെ നമുക്ക് വേണമെങ്കിൽ പാലെടുക്കാം. പാൽപ്പൊടിക്ക് പകരം 2 കപ്പ് പാലെടുക്കാം. അല്ലെങ്കിൽ 1 കപ്പ് പാലും അതിൻ്റെ കൂടെ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പാൽപ്പൊടി ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് വെള്ളത്തിൽ. ഇനി ഇത് നമ്മളൊന്ന് തിളച്ച്, അതായത് വന്നു തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യ് ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇനി നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ റവ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മൾ ശരിക്കും നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് ആവണം. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വരണം കേട്ടോ. ഇപ്പം വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഈ പാനിൽ നിന്ന് കണ്ട് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പാകത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്താണെന്ന് വെച്ചാൽ ഒന്ന് തണുത്തതിന് ശേഷമല്ലേ നമുക്ക് ബോൾസ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ചൂടൊക്കെ ഒന്ന് തണിഞ്ഞു വന്നിട്ട് നമുക്കിപ്പോൾ പിടിക്കേണ്ട ഭാഗത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ കുഴക്കണം. ഇപ്പം നമ്മൾ സാധാരണ രസഗുള ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. കാരണം അല്ലെങ്കിൽ ക്രാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അതായത് പഞ്ചസാര പാനിയിൽ ഇട്ട് വരുമ്പോഴേ. അപ്പം അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആ കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോൾസ് ആക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബോൾസ് ആക്കുന്ന സമയത്ത് പറ്റാതിരിക്കാൻ നമുക്ക് കയ്യിലും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തടവി കൊടുത്ത് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം പാനിലോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
വെള്ളം ഒഴിച്ചതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ തിള വരാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരണം. അപ്പം അലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതായിപ്പോൾ തിള വന്നു തുടങ്ങിയില്ല. അപ്പോൾ നമുക്കിതിലേക്ക് എല്ലാ ബോൾസും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 6 മിനിറ്റോളം 5 മുതൽ 6 മിനിറ്റോളം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവും ഈ ഒരു ബോൾസ് ഒക്കെ ഒന്ന് വലുതായിട്ട് വരും. അതുവരെയാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, ഇതാ ബോൾസ് ഒക്കെ ഇതാ വലുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കുകയാണ്. കുറച്ച് കൊടുത്തതിന് ശേഷം ഒരു 3 മിനിറ്റോളം ആ ഒരു ലോ ഫ്ലെയിമിൽ കിടന്ന് വെന്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റവ്. അപ്പോൾ നമ്മുടെ രസഗുള ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളിങ്ങനെ പാലൊക്കെ പിരിച്ചെടുത്ത് രസഗുള ഉണ്ടാക്കാനുള്ള സമയമില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്താക്കാം. എല്ലായിടത്തും റവ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ സ്വീറ്റ് ഇഷ്ടപ്പെട്ടോ നമുക്ക് കമൻസ് ആയിട്ട് അറിയിക്കാം. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.